മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനം നടത്തി. എന്തു പറ്റി നമ്മുടെ മുഖ്യമന്ത്രിക്ക്? കഴിഞ്ഞ 30 ദിവസമായി ഒരേ കാര്യം എല്ലായിടത്തും അദ്ദേഹം എഴുതി വായിക്കും. അത് പാർട്ടി യോഗത്തിൽ പോയാലും പ്രചരണ യോഗത്തിൽ പോയാലും പത്രസമ്മേളനത്തിൽ പോലും ഒരേ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല. പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അടച്ചാക്ഷേപിക്കുക. ഇത് തന്നെയാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി. ഞങ്ങൾ ഇതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞതാണ്. പൗരത്വ നിയമത്തിൽ കേരളത്തിലെ UDF നേതാക്കളടക്കമുള്ള ആളുകൾ അതിശക്തമായി പാർലമെൻറ്റിൽ എതിർത്ത് സംസാരിച്ചതിൻ്റെ പ്രസംഗം ഞാൻ അയച്ചു കൊടുത്തു. പിന്നീട് പറഞ്ഞു ആരിഫ് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ, വേറെ ആരും വോട്ട് ചെയ്തില്ല എന്ന്. രാഹുൽ ഗാന്ധി സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ UDF MPമാർ വോട്ട് ചെയ്തതിൻ്റെ രേഖകൾ, പാർലമെൻറ്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രി അത് തന്നെ ഇരുന്ന് ഈ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പച്ചക്കള്ളം പറയാം. ഇന്ന് ഒരു കള്ളം കൂടി പറഞ്ഞു. മണിപ്പൂരിൽ ശ്രദ്ധിച്ചില്ല രാഹുൽ ഗാന്ധി, ആനി രാജയാണ് പോയത്. ഏത് ലോകത്താണ് അദ്ദേഹം ജീവിക്കുന്നത്? മണിപ്പൂരിൽ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ, പോലീസിൻ്റെ അനുമതിയില്ലാതെ, പട്ടാളത്തിൻ്റെ അനുമതിയില്ലാതെ വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിലെ തെരുവുകളിലൂടെ പോയി അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ക്യാമ്പുകളിൽ പോയി ആശ്വസിപ്പിച്ച ആളല്ലേ രാഹുൽ ഗാന്ധി? അതറിഞ്ഞിട്ടില്ല ഇദ്ദേഹം. എന്താ കുഴപ്പമൊന്നും ദേശാഭിമാനിയും കൈരളിയും മാത്രമേ കാണുള്ളൂ, വേറൊന്നും കാണില്ല. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി കാണണം. അപ്പോഴാണ് ഈ ലോകത്തും രാജ്യത്തും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇത് പറയാൻ കൊള്ളുമോ? ഈ ലോകത്തെ മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയില്ലേ മണിപ്പൂർ സംഭവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ഇടപെടൽ? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോകാത്ത സ്ഥലത്താണ് ശ്രീ രാഹുൽ ഗാന്ധി പോയി അവരെ ആശ്വസിപ്പിച്ചത്. എന്നിട്ട് ഇദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വരികയാണ് ഞങ്ങളെ. NDAയിലൊരു ഘടകകക്ഷിയെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ്, JDSനെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വരുന്നത്. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം, സംഘപരിവാറിനെതിരായി നടത്തുന്ന പോരാട്ടം അതുല്യമായ പോരാട്ടമാണ്, സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ 16 കേസുകളാണ് RSS രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും CPM നേതാവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? 16 കേസുകളാണ് അദ്ദേഹത്തിനെതിരായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വേറൊന്നും കൂടി പറഞ്ഞു, കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളെ കേന്ദ്ര ഏജൻസികൾ കടന്നാക്രമിക്കുകയാണ്, എന്നിട്ട് കോൺഗ്രസ് മിണ്ടുന്നില്ലെന്ന്. ആരോഗ്യ പ്രശ്നം അലട്ടുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ മണിക്കൂറുകളോളമാണ് ED ചോദ്യം ചെയ്തത്. രാഹുൽ ഗാന്ധിയെ ദിവസങ്ങളോളം ED ചോദ്യം ചെയ്തു. കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന P ചിദംബരത്തിൻ്റെ മതിൽ രാത്രി ചാടിക്കിടന്നിട്ടാണ് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെ ജയിലിൽ കിടത്തി. ഇതൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ല. അതുകൊണ്ട് പറയാം, കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസേതര പ്രതിപക്ഷ കക്ഷികളെയാണ് കേന്ദ്ര ഏജൻസികൾ ആക്രമിക്കുന്നത്, എന്നിട്ടൊന്നും മിണ്ടുന്നില്ല എന്നാണ്. കേരളത്തിൽ മാത്രമാണ് അവർ ചെയ്യാത്തത്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ സൗഹൃദത്തിലാണ്, സ്നേഹത്തിലാണ്, ഒരു പ്രശ്നമില്ല.